സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ച ഭർത്താവിനെ ഭാര്യ കത്രിക കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ഭർത്താവ് വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. 37-കാരനായ സുരേഷിനെയാണ് ഭാര്യ നളിനി ആക്രമിച്ചത്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ സുരേഷ് ബംഗളൂരുവിലെ രാജരാജേശ്വരി നഗറിൽ ഒരു ഹോട്ടൽ നടത്തിവരികയാണ്. 4 വർഷം മുമ്പാണ് തൻ്റെ ഒരു സുഹൃത്ത് വഴി ഇയാൾ നളിനിയുമായി പരിചയത്തിലായത്. 2021 ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം ബംഗളൂരുവിലെ ബനശങ്കരിയിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. നളിനിയുടെ മാതാപിതാക്കളും ഇവരുടെ വീടിനടുത്താണ് താമസിക്കുന്നത്. ജൂൺ 26 രാത്രിയോടെയാണ് സുരേഷും നളിനിയും തമ്മിൽ വാക്കുതർക്കം തുടങ്ങിയത്. അന്നേ ദിവസം വൈകുന്നേരം സുരേഷും നളിനിയും ഇവരുടെ മകനും കൂടി അടുത്തുള്ള പാർക്കിൽ പോയിരുന്നു. രാത്രിയായപ്പോഴേക്കും നളിനിയെയും മകനെയും വീട്ടിലാക്കിയ ശേഷം സുരേഷ് അടുത്തുള്ള ബാർ റെസ്റ്റോറൻറ്റിൽ പോയി അല്പം മദ്യപിച്ചിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാണ് സുരേഷ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. വീട്ടിലെത്തി സുരേഷ് സോഫയിലിരിക്കുമ്പോഴായിരുന്നു നളിനി തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിൽ നിന്ന് രാത്രിക്കുള്ള ഭക്ഷണവുമായി എത്തിയത്. എന്നാൽ താൻ ഭക്ഷണം കഴിച്ചുവെന്ന് സുരേഷ് പറഞ്ഞു. ശേഷം നളിനി ഭക്ഷണം കൊണ്ടുവന്ന പാത്രങ്ങൾ കഴുകി വീട്ടിലേക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ രാത്രി 11:30-യോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാത്തതിന് നളിനി സുരേഷിനെ ശകാരിക്കുകയും ചെയ്തു. അതേസമയം സുരേഷ് തൻ്റെ പാചകത്തെ കുറ്റം പറഞ്ഞത് നളിനിക്ക് ഇഷ്ടമായില്ല. മാത്രമല്ല തൻ്റെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും സുരേഷ് പറഞ്ഞു. ഇത് പറഞ്ഞതോടെ നളിനി സുരേഷിനെ ആക്രമിക്കുകയായിരുന്നു. കയ്യിൽ കിട്ടിയ കത്രിക കൊണ്ട് നളിനി സുരേഷിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തലയിലും മുതുകിലും സുരേഷിന് പരിക്കേറ്റിട്ടുണ്ട്. ഒരുവിധം വീടിന് പുറത്തേക്കോടിയ സുരേഷ് നേരെ നളിനിയുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്കാണ് പോയത്. എന്നാൽ നളിനിയുടെ അമ്മ സുരേഷിനെ വഴക്ക് പറയുകയാണുണ്ടായത്. പരാതിയുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകൂ എന്നാണ് അവർ പറഞ്ഞത്. ശേഷം അടുത്തുള്ള ആശുപത്രിയിലെത്തിയ സുരേഷ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ സുരേഷിന് പിന്നാലെ നളിനിയും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. പരാതി കേട്ട ശേഷം ഇരുവരെയും പോലീസ് വിളിച്ചു വരുത്തി. എന്നാൽ അപ്പോഴും ഇവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. പിന്നീട് ഇരുവരെയും കൗൺസിലിങ്ങിന് വിധേയരാക്കിയ ശേഷം വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു.